വിൽവരണി മുരുകൻ ക്ഷേത്രം, നക്ഷത്രഗിരി ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. മുരുകന്റെ പ്രതിഷ്ഠയുള്ള ഒരു പുരാതന ക്ഷേത്രമാണ് ഇത്. തിരുവണ്ണാമലക്കടുത്തുള്ള വിൽവരണിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മുരുകന്റെ മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുരുകന്റെ ക്ഷേത്രങ്ങൾ മലമുകളിലായിരിക്കും അല്ലെങ്കിൽ മലയുടെ താഴെയായിരിക്കും. പക്ഷേ ഈ ക്ഷേത്രം നോക്കുകയാണെങ്കിൽ കുന്നിന്റെ നടുവിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു വലിയ പ്രത്യേകത തന്നെയാണ്. 300 പടികൾ കയറി വേണം ക്ഷേത്രത്തിലെത്താൻ. അധിപനായ മുരുകൻ സ്വയംഭൂലിംഗ രൂപത്തിലാണ് ഭക്തർക്ക് ദർശനം നൽകുന്നത്. പുരാണ പ്രാധാന്യം അനുസരിച്ച് 1200 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്തെ പല ക്ഷേത്രങ്ങളിലും പൂജകൾ നടത്തുന്ന ഒരു പൂജാരി ഉണ്ടായിരുന്നു. പൂജാരി തുടർച്ചയായി പൂജ നടത്തുന്നുണ്ട് എന്നാണ്. തന്റെ സമയക്രമം നിലനിർത്താൻ അദ്ദേഹം കുതിരയെ ഉപയോഗിച്ചാണ് യാത്രകൾ ചെയ്യുന്നത്. കൂടാതെ എല്ലാ മാസവും കൃതിക നക്ഷത്ര ദിവസങ്ങളിൽ ഒരു അസിസ്റ്റന്റ് പൂജാരിയോടൊപ്പം തിരുത്തണി മുരുക ക്ഷേത്രത്തിൽ ആരാധനയ്ക്കായി പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം എന്തോ തടസ്സം കാരണം തിരുത്തണി ക്ഷേത്രത്തിൽ പോകാനായില്ല. രണ്ടുപേരും വളരെ സങ്കടപ്പെട്ടു. അവർ രാത്രി ഉറങ്ങുമ്പോൾ മുരുകൻ അവരുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും താൻ ഒരു നാഗരൂപത്തിൽ നക്ഷത്രപർവ്വതത്തിലുണ്ടെന്ന് അവരോട് പറയുകയും കൃതിക നക്ഷത്ര ദിവസത്തിൽ ഒരു ക്ഷേത്രം സ്ഥാപിക്കാനും പൂജകൾ നടത്താനും അവരോട് നിർദ്ദേശിച്ചു. ഇരുവരും പ്രത്യേക കുന്നിലെ സ്വയംഭൂ വിഗ്രഹം അന്വേഷിച്ചപ്പോൾ ഒരു പാമ്പ് കാവൽ നിൽക്കുന്ന ഒരു ലിംഗം കണ്ടെത്തി. ഇരുവരെയും കണ്ടപ്പോൾ ഭഗവാന്റെ ശിരസിൽ കുട പോലെ നാഗം പ്രതിമയായി നിന്നു. 2 പൂജാരിമാരും ചേർന്ന് ഒരു ചെറിയ പന്തൽ കെട്ടി ആരാധന ആരംഭിച്ചു. കാലക്രമേണ മുരുകന്റെ പത്നിമാരായ വള്ളിയുടെയും ദൈവാനിയുടെയും വിഗ്രഹം ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചു. പാമ്പ് മുരുകനു കുടയായി തണൽ നൽകിയതിനാൽ വിഗ്രഹവും അതേ രീതിയിലാണ്. മുരുക ഭഗവാൻ ക്ഷേത്രത്തിൽ സ്വയംഭൂ ലിംഗരൂപത്തിലാണ്. രാഹുവിനെയും കേതുവിനെയും ഇവിടെ ആരാധിക്കുന്നത് അവയിൽ നിന്ന് മോചനം നേടാൻ ഇവിടെയെത്തുന്ന ഭക്തർക്കിടയിൽ പതിവാണ്. പ്രധാനമായും മുരുകനും ശിവനുമായി ബന്ധപ്പെട്ട എല്ലാ ഹിന്ദു ആഘോഷങ്ങളും ഇവിടെ ഗംഭീരമായി ആഘോഷിക്കപ്പെടുന്നു. കൃതിക നക്ഷത്രത്തിലെ എല്ലാ ദിവസവും ഇവിടെ ആഘോഷിക്കപ്പെടുന്നു. കൂടാതെ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ദൈവത്തെ ആരാധിക്കുന്നത് ഉൾപ്പെടുന്നു. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ആദിയിലെ കൃതിക ദിനങ്ങളാണ് ഇവിടെ ആഘോഷിക്കുന്ന പ്രധാന ഉത്സവ ദിനങ്ങൾ. എല്ലാ മാസവും കൃതികൈ ദിനത്തിൽ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും അഭിഷേകങ്ങളും നടത്താറുണ്ട്. ഗിരിവലം ഭക്തരും നടത്താറുണ്ട്. ഗിരിവലം എന്നുവച്ചാൽ ക്ഷേത്രം നിൽക്കുന്ന മലയെ പ്രദക്ഷിണം വയ്ക്കുക എന്നതാണ്. തായ കൃതികൈ, ആദി കൃതികൈ, കന്ദ ഷഷ്ടി എന്നിവ ക്ഷേത്രത്തിൽ ഗംഭീരമായി ആഘോഷിക്കുന്നു. സ്വയംഭൂ ആകൃതിയിലുള്ള തിരുമേനിയറൈ ലിംഗത്താൽ മുരുക ഭഗവാൻ അനുഗ്രഹിച്ചിരിക്കുന്ന സ്ഥലമാണ് നക്ഷത്രക്കുന്ന് അല്ലെങ്കിൽ നക്ഷത്രഗിരി. മുരുകനെ ആരാധിക്കുന്നതിനായി കാർത്തിക പെൺകുട്ടികളും 27 നക്ഷത്രങ്ങളും എല്ലാ ദിവസവും ഇവിടെ എത്തുന്നു എന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിൽ സ്വയംഭൂ മുരുകനെ പൂജിച്ചാൽ നാഗദോഷവും പുത്രദോഷവും കല്യാണദോഷവും മാറുമെന്നാണ് വിശ്വാസം. അഗ്നി പരമശിവനാണ്. അഗ്നിയിലെ ചൂട് അമ്മ ഉമാദേവിയാണ്. അഗ്നിയുടെ നിറം ഗണപതിയും പ്രകാശം മുരുകനുമാണ്. അഗ്നിയുടെ ഈ സ്വഭാവസവിശേഷതകളെല്ലാം അവിഭാജ്യമാണെന്നും ശിവൻ മുരുകനാണെന്നും മുരുകൻ പരമശിവനാണെന്നുമുള്ള സിദ്ധാന്തത്തെ സാധൂകരിച്ചുകൊണ്ട് ശിവലിംഗരൂപം മുരുകനായിത്തന്നെയാണ് ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്നത്. രാവിലെ 6 മണി മുതൽ 11 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെയും ക്ഷേത്രം തുറന്നിരിക്കും. ക്ഷേത്രത്തിന്റെ വിലാസം: അരുൾമികു സുബ്രഹ്മണ്യ ക്ഷേത്രം, സെങ്കം, വിൽവാരണി, തിരുവണ്ണാമലൈ ജില്ല. തിരുവണ്ണാമലയിൽ നിന്ന് പോലൂരിലേക്ക് 35 കിലോമീറ്ററാണ് ദൂരം. വെല്ലൂരിൽ നിന്ന് പോലൂരിലെത്താൻ 45 കിലോമീറ്ററും. അവിടെ നിന്ന് സെങ്കത്തിലേക്ക് 10 കിലോമീറ്റർ ബസ് യാത്ര നടത്തിയാൽ വിൽവരണി ക്ഷേത്രത്തിലെത്താം. ബസ് സ്റ്റോപ്പിനടുത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 300 പടികൾ കയറി വേണം ക്ഷേത്രത്തിലെത്താൻ. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുവണ്ണാമലൈ റെയിൽവേ സ്റ്റേഷനാണ്. ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം ചെന്നൈ വിമാനത്താവളവുമാണ്.